ഇത് കണ്ടില്ല ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്. ആള് രാവിലെ മുതലേ കടപ്പിലാണ്. എന്തൊക്കെയോ കാട്ടി ചോറും കൂട്ടാനൊക്കെ വെച്ചു. എത്ര പറഞ്ഞാലും കേൾക്കില്ല. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കും, സ്വന്തം കാര്യം നോക്കില്ല. പുകഴ്ത്തൊന്നുമല്ല, സത്യമാണ്, സത്യമായ കാര്യമാണ്. കണ്ടില്ലേ വേറെ 2-3 ദിവസമായി എന്താണ് ഹോസ്പിറ്റലിൽ അത് ഇത് പോയിട്ട് ദേഹം ഇളക്കണ ഡോക്ടർ പറഞ്ഞത്. ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും പറ്റില്ല. അവള് ഓരോ കാര്യങ്ങൾ ചെയ്താല് തൃപ്തിയാകുള്ളൂ. അവരവന്റെ കാര്യം നോക്കൂല. ഇങ്ങനെ ഓരോന്ന് ചെയ്യും. ഞാൻ എന്താ അധികം ചെയ്തിക്കണത്, നനച്ചുള്ളിയാണ് എന്ന് പറഞ്ഞിട്ട് വീടൊക്കെ വൃത്തിയാക്കണ്ടേ, നമ്മൾ തന്നെ ചെയ്യണ്ടേ. അങ്ങനെ വീട് വൃത്തിയാക്കാനും അങ്ങനെ നടന്ന് വീട് വൃത്തിയാക്കി. പിന്നെ പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒറ്റയ്ക്കൊന്നല്ല കേട്ടോ അടിച്ചിക്കും കൂടെ അടിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമൊന്നല്ല പെയിന്റ് അടിച്ചിരിക്കണത്. മൊത്തത്തില് എന്താ കഷ്ടകാലം അത്ര തന്നെ. ഞാൻ അത്ര വിശ്വസിക്കുന്നത്. ഞാൻ ഒരുപാട് അവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കൊരു അതായത് പ്രതിസന്ധി, വിഷമം അല്ലെങ്കിൽ ഒരു പ്രയാസ സമയം വന്നാൽ പിന്നെ അതിൽ തൊട്ട് കുറച്ചൊന്ന് ചേഞ്ച് ആവാൻ നല്ല കഷ്ടമാണ്. അതിൽ തുടങ്ങി ഒന്നേ എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടേയിരിക്കും ഓരോന്ന്. ഇതുവരെ ഇക്കാടെ കാര്യങ്ങളായിരുന്നു. ഇക്കാക്ക് പിന്നെയും 2ാം പ്രാവശ്യം ഇങ്ങനെ ആയി, അതായി. അതിൽ കൂടെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫാമിലി പ്രശ്നങ്ങളായി. അത് ഏകദേശം ഇതായിട്ട് എല്ലാം കൂടെ കഴിഞ്ഞ് ഇക്കാന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുക്കി കൊണ്ടുവരുമ്പോഴേക്കും ഇപ്പോൾ ഇതാ എനിക്കായി. അപ്പൊ അതങ്ങനെയാണ്. ഒന്നേന്ന് പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ എന്താണെങ്കിലും മോളിന്ന് ഒരാള് ഒക്കെ അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം ഇന്നതൊക്കെ സംഭവിക്കും, അതങ്ങോട്ട് സംഭവിക്കും. എന്റെ മനസ്സിലതാ. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ കേട്ടോ എനിക്ക് വയ്യാകിയും കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ കാര്യാക്കണ്ട് നടന്നതും അതാണ്. എന്താ വെച്ചാ ഞാന് പറഞ്ഞ പോലെ ഇക്കടെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം, ചെലവിന്റെ കാര്യം, ഓരോ കാര്യങ്ങളുടെ കാര്യം, എല്ലാം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിലുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ അതെന്താ വരുമ്പോലെ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടു. പക്ഷെ നടന്ന് പിന്നെ നീങ്ങാണ്ടായപ്പോഴാണ് ഇക്കാരോട് ഇനി പറ്റില്ല, ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയത്. പക്ഷെ അതും ഞാൻ മനസ്സിലാക്കി. ഇന്നലെ ഒരു കമന്റ് ഞാൻ വായിച്ചു. കമന്റുകൾ ഇന്നലെ ഇട്ട വീഡിയോയിലെ കമന്റുകൾ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ട്. കുറച്ച് പേരാണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും അവർ ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ കമന്റ് വായിച്ചപ്പോൾ മനസ്സിലായി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ ശരീരം നോക്കണം, അവരെയൊക്കെ നോക്കാൻ നീയല്ലേ ഉള്ളൂ. അതുപോലെ ഇന്നിപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് കണ്ണൂരിൽ നിന്ന് ഒരു കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് വയ്യ, എന്താ ഹെൽത്തിന്, ആർക്കാ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല സന്തോഷമല്ലേ. എന്നിട്ട് പറഞ്ഞു ഇത്താടെ ഹെൽത്ത് നോക്കണം, ഇത്തുണ്ടെങ്കിലല്ലേ അവരെ നോക്കാൻ പറ്റുള്ളൂ, അവർക്ക് ഇത്ത മാത്രമല്ലേ ഉള്ളൂ, ഇത്ത വീണുപോയാൽ പിന്നെ അവരാകെ എല്ലാം കൊണ്ട് വീണു പോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളും ചെയ്തപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷാട്ടോ. നമുക്ക് നമ്മള് എന്താ പറയാ ഒരു പരിചയം ഇല്ല എന്ന് ഒന്നുമില്ല, എന്നാലും നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അത് അനുഭവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ അത്രയും പ്രതിസന്ധി, പ്രയാസം, വിഷമിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ നമുക്കൊന്നും തരണം എന്നില്ല. എന്തെങ്കിലും തരണമെന്നോ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ വന്ന് ചെയ്തു തരണമെന്നോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. കൈ കടഞ്ഞപ്പോ ഇക്ക മാറ്റി കൈ കടഞ്ഞ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ധാരാളം തരണമെന്നോ അങ്ങനെ ഒന്നുമില്ല. നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഒരു വാക്ക്, നമ്മളെ സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക്, അത് കിട്ടുമ്പോഴുള്ള സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കമന്റുകൾ വായിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത, അതുപോലെ ക്ഷീണം മാറാനുള്ള ഓരോ ടിപ്സ് ആണെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക, ഇന്നത് ചെയ്യും മോളെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരിക. അപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷമായി ഇന്നലത്തെ വീഡിയോയിലെ കമന്റുകൾ കണ്ടിട്ട്. അപ്പോൾ ഏതാനും കുറച്ച് മാസങ്ങളായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ടുള്ള കുറച്ച് വീഡിയോസ്, കുറച്ച് ഞങ്ങളുടെ കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിലോട്ട് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പോലും
എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യണം, കൂടെ ഉണ്ടാവണം. ഇപ്പോൾ ഏകദേശം ഏറെക്കുറെ ഈ രണ്ട് മാസത്തോളം ആവുന്നേ ഉള്ളൂ നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫാമിലി 11,700 സംതിങ് ആയിട്ടുണ്ട് സബ്. അപ്പോൾ അത്രയും പേര് എന്തായാലും കൂടെ ഉണ്ടാവും. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ സബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും മുന്നോട്ട് പോകാൻ വീഡിയോസ് അറിയാമല്ലോ, യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ അറിയാമല്ലോ. നമ്മൾ വീഡിയോസ് വ്യൂസ് കുറഞ്ഞാൽ പിന്നെ നമ്മളെ അത് പ്രൊമോട്ട് ചെയ്യില്ല വീഡിയോസുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ലൈഫാണ്, ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ വ്ലോഗ് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അല്ലാതെ പ്രത്യേക ഒരു, ഞാൻ പണ്ട് യൂട്യൂബിൽ അങ്ങനെ കണ്ടന്റ് ആയിട്ടാണ് ചെയ്തത്. ഞാൻ ഓരോ വിഷയം എടുത്തിട്ട് അഭിനയിച്ച് അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു വീഡിയോയിൽ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല എനിക്കിപ്പോൾ. ഇപ്പോഴത്തെ അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ ജീവിതം, ഞങ്ങളുടെ, അതായത് നമ്മൾ നോർമലായിട്ട് ഒരു ആൾക്കാരുടെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു ജീവിതത്തിൽ നടക്കുന്ന കാര്യം, ഞങ്ങളുടെ ജീവിതം പോലെ പോയ ജീവിതം, വില്ലനായിട്ട് ഒരു അസുഖം കടന്നു വന്നു, അവിടെ നിന്ന് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, അങ്ങനെ ജീവിത പ്രശ്നങ്ങൾ, ഫാമിലി ഇഷ്യൂ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇനി മുന്നോട്ട് അത് നിങ്ങളെല്ലാവർക്കും ചിലപ്പോൾ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, മുന്നോട്ടുള്ള എന്താണ് സംഭവിക്കാന്ന് അതൊരുണ്ടാവും. ഞങ്ങൾക്കും ഉണ്ട് മുന്നിൽ എന്താ സംഭവിക്കാന്ന്. അപ്പോൾ അത് പടച്ചോന് വിട്ടുകൊടുത്തിക്കണ്. അതിനെ ഒരുപാട് ആലോചിച്ചിട്ട് അങ്ങോട്ട് വിഷമിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ രണ്ടാളാണെങ്കിലും, ഇക്കയാണെങ്കിലും അങ്ങനെ തന്നെ. ഇക്ക പൊതുവെ എന്താണ്, ഇക്ക ആ സർജറി കഴിഞ്ഞ ആ സമയത്തൊക്കെ ഭയങ്കര ഡിപ്രഷനിലും വിഷമത്തിലായിരുന്നു. അപ്പോൾ അതിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര പാടായിരുന്നു എനിക്ക്. ഇപ്പോൾ വലിയ പ്രശ്നമല്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇക്കടുത്ത് പറയും, ഇനി ആ ട്യൂമർ വലുതായ നമ്മൾ എന്ത് ചെയ്യുക, എന്താ ചെയ്യുക, നമ്മൾ പറയും, മിക്കാരും പറയും അത് അപ്പോഴല്ലേ, അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ തന്നെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണ്ട, ഇപ്പോൾ നമുക്ക് നല്ലപോലെ ജീവിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇക്ക സമാധാനിപ്പിക്കും. ഞാനും അങ്ങനെ. അപ്പോൾ എന്നോട് ഡോക്ടറും അതാ പറഞ്ഞത്, മുന്നോട്ടുള്ള ഒന്നും ചിന്തിക്കേണ്ട, ഇപ്പോൾ അൽഹംദുലില്ലാ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ ഞാൻ സ്വയം മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തും, അത് നാളെയാണ്, അത് നമുക്ക് ആർക്കും അറിയില്ല, അത് മുകളിലുള്ള ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും എനിക്ക് ശാരീരികവും മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഈ ചാനൽ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിൽ തന്നെയാണെങ്കിലും അപ്ഡേഷൻ പോലെ വീഡിയോസ് ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും കൂടെ. ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും, നാളെ ഞങ്ങളുടെ അവസ്ഥ എന്താവും, ഏതാണ് എല്ലാം തന്നെ എന്തായാലും എനിക്ക് പറ്റണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ്, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ആരോഗ്യം ആയുസ്സും എല്ലാം നിനക്ക് അറിയാലോ. ചാനലിന്റെ കാര്യങ്ങളൊന്നും ഇക്കാക്ക അങ്ങനെ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ തന്നെ എല്ലാം കൈകാര്യം ചെയ്യലത്. അപ്പോൾ എനിക്ക് പറ്റുന്ന പടച്ചോൻ ഇൻഷാ അല്ലാഹ് എനിക്കെല്ലാം പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ പോലെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ അവസ്ഥ ഇക്ക പറഞ്ഞ പോലെ തന്നെ, ഇക്ക അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെച്ച് പിന്നെ ഉപ്പേരിക്ക് അരിഞ്ഞു തന്ന്. അപ്പോൾ ഞാനത് നിന്നിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പേരി വെച്ച്, പിന്നെ കുട്ടികൾക്ക് വൈകുന്നേരത്ത് കടയിൽ നിന്ന് ഇങ്ങനെ മിച്ചർ വാങ്ങിച്ചു കൊടുത്ത്, അത് മതി പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ആ ചോറും ഉപ്പേരിയും തൈരും ഉണ്ട്. അപ്പോൾ ഒന്ന് അൽഹംദുലില്ലാ അത് മതിന്നാക്കി. ഇനിയിപ്പോൾ നാളെ നോമ്പാണ്. അപ്പോൾ ഇക്ക നോമ്പ് എടുക്കണം പറയുന്നുണ്ട്. എനിക്ക് ടെൻഷനായിട്ട് ഞാൻ വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ ഇക്ക അറിയാമില്ല, എവിടെയും പുറത്തൊന്നും പോണില്ല, എന്നാലും നോമ്പ് എടുത്തിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനിടയിലൂടെ ഈ ജലദോഷവും ചുമയും പനിയും എല്ലാം ബ്ലീഡിങ്ങും എല്ലാം കൂടെ ആയപ്പോൾ അങ്ങോട്ട് ഡൗണായി. ഞാൻ ഇങ്ങനെ എന്തുണ്ടെങ്കിലും നടക്കണ ആള് ഒന്ന് താന്നുപോയി. അപ്പോൾ എന്താ നാളെ നോമ്പ് എടുക്കണം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മുടക്കാൻ നിന്നില്ല. ഇക്കക്ക് നോക്കട്ടെ, ഇക്കക്ക് പറ്റണമെങ്കിൽ ഇക്ക നോമ്പ് എടുക്കട്ടെ, പിന്നെ എനിക്കിപ്പോൾ എന്തായാലും പറ്റില്ല. എന്താണ് അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. കുട്ടികളെ അപ്പുറത്ത് കളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ, സംസാരിക്കണില്ലേ? എനിക്ക് വെയ്യെങ്കിലും ഞാൻ തന്നെ
ഇനിയിപ്പോ ഞാനെന്താ സംസാരിക്കാം? അയ്യടാ എന്താ പിന്നെ, എനിക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കണം. ഇക്ക സംസാരിക്കില്ല. ഇക്ക അതിന് പറയുന്ന ഒരു കാരണം ഉണ്ട് കേട്ടോ. അതായത് ഇക്കക്ക് സ്വയം ഒരു മനസ്സിൽ തോന്നലാണ്. ഇക്ക പറയുന്നത് മനസ്സിലാവണില്ല. ഇക്കൊക്കെ സംസാരിക്കുമ്പോ ചെറിയ പ്രശ്നമുണ്ട്, വെളിക്ക് വെക്കുമ്പോ അതങ്ങനെ ഇങ്ങനെ സ്വയം അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് പതിഞ്ഞു പോയിരിക്കുകയാണ്. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പക്ഷെ കാര്യത്തൊക്കെ ഉണ്ടൊക്കെ ഒരു പ്രശ്നമില്ല. അപ്പൊ ആദ്യം സംസാരിച്ചില്ലേ, നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? വല്ല പ്രശ്നം ഉണ്ടാവും? ഇല്ലല്ലോ. കമന്റ് ചെയ്യണം കേട്ടോ. ഒരു പ്രശ്നമില്ലല്ലോ. താഴെ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. ഒരു പ്രശ്നമില്ല. അത് ഇക്കാന്റെ സ്വയം മനസ്സിലായി. അതേപോലെ ഈ രണ്ടാമത്തെ സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർമാര് ഓരോരുത്തരായിട്ട് മാറി മാറി വന്നിട്ട് ഇക്കാരോട് എനിക്ക് എന്താ ഈ കിടക്കണ, നടക്കണ്ടേ എന്ന് പറയുമ്പോ ഇക്ക അവിടെ നിന്ന് പോകും. എന്നിട്ട് ഞാൻ ഇക്കാനോട് പറയും, ഡോക്ടർമാര് പറയുന്നുണ്ടോ നടക്കണ്ടേ ഇക്ക എന്ന് പറയുമ്പോ ഇക്ക കിടന്നവിടെ എന്ന് പറയും, എന്താ ഞാൻ ചെയ്യാ, 2 സർജറി കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് എങ്ങനെയാ പറ്റുക? അത് മനസ്സിനെ ഇക്കൊക്കെ അങ്ങനെ പാകപ്പെടുത്തണം. ഇനി എനിക്കൊന്നും പറ്റില്ല, ഇത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നടക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒന്ന് ആയപ്പോ അങ്ങനെ ഡൗൺ ആയി. പിന്നെ അതൊന്നൊന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇക്കാനൊന്ന് നടത്തി ഒന്ന് സെറ്റാക്കി എടുക്കാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ ഇന്നിപ്പോ എനിക്ക് വയ്യാണ്ടായി. ഇന്നലെ നിങ്ങളെ ഹോസ്പിറ്റൽ വീഡിയോ കണ്ടില്ലേ? എൻ്റെ ഇക്കാണ് എല്ലാവിടെയും പോയി കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ഇതുവരെ ഇക്കാനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഞാൻ നടന്ന്, ഇപ്പൊ എന്നെയും കൊണ്ട് ഇക്ക നടക്കണം. അത് തന്നെയാണ് ജീവിതം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, അതാണ് ജീവിതം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, അൽഹംദുലില്ലാ. 3 ദിവസത്തിന് മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചാൽ നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ കുറവൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും നോക്കട്ടെ. ഇല്ലെങ്കിൽ ചൊവ്വാഴ്ച വീണ്ടും പോകണം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പോകേണ്ട അവസ്ഥ വരുത്താതിരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. എനിക്ക് വയ്യ, ഹോസ്പിറ്റലേ വെറുത്ത്. ഇക്കാക്കൊരു അസുഖം വന്നതോടുകൂടെ എനിക്ക് ഹോസ്പിറ്റലേ വെറുപ്പാ. എനിക്ക് പോവാൻ എനിക്ക് മതിയായി എനിക്ക്. അതായത് അങ്ങനെ മനസ്സ് മടുത്തുപോയി. എന്താ ചെയ്യാ? അപ്പൊ വിഷമങ്ങളൊന്നും പറയുന്നില്ല, ചിരിച്ചുകൊണ്ട് തന്നെ പറയാ. അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ലൈക്ക് ചെയ്യണ്ടേ, സബ് ചെയ്യണ്ടേ. അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാതെ വീഡിയോസ് കാണരുത്. ഒന്ന് സബ് ചെയ്തിട്ട് പോകണം. വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം, ഒരു കുഞ്ഞു കമന്റ് ഇട്ടോളി. അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അത് പറയും. അതിന് പൈസ അതിന് കുറവൊന്നുമില്ലല്ലോ. വേഗം അങ്ങോട്ട് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ബബ്ബായി അങ്ങോട്ട് പറഞ്ഞ ഒന്നുമില്ലല്ലോ. അത് വേഗം പറയും ബബ്ബായിന്ന്. ഓടെ പാവല്ലേ, ചുണ്ടൊക്കെ ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. എവിടെ പോയി കാരൻ്റെ ഒരു ചുണ്ട് ഒന്നും പോയിട്ടില്ല. ഇക്ക ഓക്കെയാണ്, ഇക്ക ഉഷാറാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പോ ടാറ്റാ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയൂ. കുഴപ്പമില്ല കേട്ടോ. റഷീന ഓക്കെ ആണ്, ഓക്കെ ആവും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇല്ലേ? നമുക്ക് ഇൻസ്റ്റഗ്രാമില് എന്താണ് 60 എത്രയോ ഓർമ്മല്ലക്കാ 60 എത്ര ഏകദേശം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ കുടുംബം 65,000 അടുക്കുന്നു. അത്രയും പേരുടെ പ്രാർത്ഥന കൂടെ ഉണ്ട്. നമ്മുടെ യൂട്യൂബ് കുടുംബം 11,000 കടന്നിരിക്കുന്നു. അത്രയും പേരുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ. ഇതൊക്കെ പോരെ, എത്ര പേരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. യാതൊരു രക്തബന്ധമല്ല, കണ്ട് കേട്ട് യാതൊരു അറിവില്ല. എന്നാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ. അതിനേക്കാളും വലിയ അനുഗ്രഹം വേറെന്താ? അപ്പോ അതൊക്കെ ഭാഗ്യം വേണം. അപ്പൊ ആ ഭാഗ്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് യാതൊരു പ്രശ്നമില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം അപ്ഡേഷൻ പോലെ നിങ്ങളുടെ മുന്നിലോട്ട് വീഡിയോ ആയിട്ട് ഉണ്ടാവും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. കുറച്ച് ഇത്ര ഒരു ഉഷാറുണ്ടെങ്കിലും വീഡിയോ ഉണ്ടാവും.